ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീനാക്കുറുപ്പാണ്. നീനാക്കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. എന്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഞാനൊരു വളരെ പ്രശ്നക്കാരിയും വളരെ മോശക്കാരിയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒരു വരുത്തി തീർത്ത നല്ല കുട്ടി ഇമേജിലൊന്നും ഇരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ മുഖത്ത് നോക്കി എന്നും പറയുന്ന, ഇനിയും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പറയുകയും എഴുതാനുള്ളത് വളരെ സധൈര്യം എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ പക്ഷെ എനിക്ക് ഇത്രയും നാളെ സംസാരിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ വിലക്കായിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചില്ല. പക്ഷെ ഇന്നത്തത് ഞാൻ പ്രത്യേക സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്തിട്ടാണ്. കാരണം ഈ പോക്ക് അത്ര നല്ലതല്ല. പിന്നെ ഇവർ ആദ്യത്തെ കമ്മിറ്റിയിൽ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ കമ്മിറ്റി ആകുമ്പോഴത്തേനും ഞങ്ങൾ ആരും അറിയാണ്ട് 18 മൊബൈൽ ഫോൺസ് വാങ്ങിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു സാധനം തരുന്നു എങ്കിൽ അത് ഞങ്ങൾ അറിയണ്ടേ, ഇത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ആ ഫോൺ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് തെറ്റ് എന്ന് ഞങ്ങൾ എല്ലാവരും ഉയർന്നു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടിനി ടോമിനെതിരെ ആരോപണം വന്നിരിക്കുന്നത്. ഈ ലക്ഷ്മിപ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഉണ്ണി ശിവപാൽ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബലിയാടാക്കപ്പെട്ടത് തന്നെയാണ്. ഉണ്ണി ശിവപാലിനെ നമ്മൾ പുറത്താക്കുകയോ നീക്കി നിർത്തുകയോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ. ഒരു മാസത്തേക്ക് ജനറൽ ബോഡി വരെ അദ്ദേഹം വരണ്ട എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ടിനി ടോം പിന്നെ നീനാക്കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീനാക്കുറുപ്പാണ്. നീനാക്കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാ പൂ മാ ചാ എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീനാക്കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീനാക്കുറുപ്പ് തന്നെ എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഇതേ നീനാക്കുറുപ്പ് തന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസും എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് പിന്നെ നീനാക്കുറുപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അൻസിബ ചാനലുകളിൽ പറയുന്ന പോലെ അവര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ കുടുംബ സംഗമത്തിന് ഈ തലേദിവസം ഞങ്ങളെ വളരെ, ഈ സ്ത്രീ കാരണം ഈ ഷോ മുടങ്ങിപ്പോകുന്ന തന്നെ ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ പ്രഷർ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് രാത്രി 2 മണിക്കോ 3 മണിക്കോ ഒക്കെയാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം ഇവര് മൂലം ഒരു പ്രശ്നം ഉണ്ടായി എന്ന വിചാരത്തിലാണ് ഞങ്ങൾ 17 പേര് മാത്രം അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ആ ഓഡിയോ സന്ദേശം അയക്കുന്നത്. ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള പല മെസ്സേജസും പല കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇതുവരെ ഇതൊന്നും ലീക്ക് ചെയ്തിട്ടില്ല. അപ്പൊ സെക്രട്ടറി അയച്ച അതിന്റെ മറുപടി പോലും ഞാൻ ഇതുവരെ എന്റെ ഫോണിൽ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് കേട്ടിട്ടില്ല. പിറ്റേ ദിവസം മുതൽ എന്റെ മെസ്സേജ് ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങി. ഈ മെസ്സേജ് പ്രചരിച്ച് പോയി പോകുന്ന പോലെ പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഞാനും സമാധാനിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വിത്ത് സെക്രട്ടറിയുടെ വോയിസ്. അതിനും ശേഷമാണ് 9 ദിവസത്തിന് ശേഷമാണ് സെക്രട്ടറി ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നത്. ആ ഓൺലൈൻ മീറ്റിംഗിൽ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യം എന്താണെങ്കിലും, ഞാനത് പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണെങ്കിലും, ഒരു മുതിർന്ന വ്യക്തിയോട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് 2 തവണ ഞാൻ ആ മീറ്റിംഗിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടറിക്ക് ഔദ്യോഗികമായിട്ട് അയച്ച കത്തിലും ഞാൻ അവർക്ക് സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവർക്ക് ആവശ്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. പ്രസിഡന്റ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിട്ടില്ല എന്നതാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ആ കുട്ടിയെയും കൂടി കൊണ്ടുവരാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചറിയാം എന്ന് പറയുമ്പോ ഇവരതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും ഇവര് ഒരു പിന്നെ എൻക്വയറി ഡിസിപ്ലിനറി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്തു. അമ്മയുടെ 95,000 രൂപയാണ് 3 ദിവസത്തെ വിസിറ്റിംഗിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പാവപ്പെട്ട മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടി മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയും ഒക്കെ കാണിച്ച് ഞങ്ങൾ പെട്ടിയിൽ സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മീറ്റിംഗിലും ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കത്തയച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്ന ദിവസം വരെ ഞാൻ ഫ്രീ അല്ല. ഞാൻ ഫ്രീ അല്ലാത്ത ദിവസം ഇവര് കമ്മിറ്റി വെച്ചിട്ട് ഇവരെന്തിനാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്? എന്നിട്ട് എന്തായി? അതിൽ ചെയർമാനായിട്ട് വെച്ച വ്യക്തി തന്നെ ഏറ്റവും വലിയ അലിഗേഷൻ വന്നിട്ട് ഇപ്പൊ അദ്ദേഹം മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായി.